അനുമോൾ തങ്കച്ചനെ ചതിച്ചിട്ടാണോ മറ്റൊരാളുടെ ഭാര്യയായത്? കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. പല ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ വന്നൊരു വാർത്തയാണ്. അനുമോളുടെ കല്യാണത്തിന് ശേഷം അനുമോൾ തങ്കച്ചനെ ചതിച്ചിട്ട് മറ്റൊരാളുടെ ഭാര്യയായി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വേറൊന്നുമല്ല, ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അവരവരുടെ ഇതായിപ്പോയി. പിന്നെ എന്തിനാണ് അനുമോളുടെ വലിച്ചഴയ്ക്കുന്നത്? വെറുതെ അത് വെറും മോശമാണ്. റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ മോശമാണ്. സത്യസന്ധമായ വീഡിയോ ഇടുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്റ്റാർ മാജിക് എന്ന കോമഡി പരിപാടി അനുവും തങ്കച്ചൻ ഒരു കോംബോ ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആയിരുന്നു. അവരുടെ തമാശകളും അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ അനുവിന് തങ്കച്ചനോടോ ഇഷ്ടമോ തങ്കച്ചൻ അനുവിനോടോ ഇഷ്ടമോ ഒന്നുമില്ല. അവർ തമ്മിൽ ആങ്ങളെയും മകളെയാണെന്ന് പലരും അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതെല്ലാം അറിയാഞ്ഞിട്ടും അതെല്ലാം മറച്ചു വെച്ച് അനുമോൾ എന്തോ കുറ്റം ചെയ്തു, തങ്കച്ചനെ ചതിച്ചിട്ട് മറ്റൊരാളുടെ ഭാര്യയായി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇതിനു വേണ്ടി ഇടുന്നവന്മാരെയൊക്കെ എന്നാ പറയാൻ, അവൻ്റെയൊക്കെ ചാനൽ കാണാൻ ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയത്. നമ്മളൊരു ആളെക്കുറിച്ച് വീഡിയോ ഇടുമ്പം നല്ല സത്യസന്ധമായ വീഡിയോ ഇടണം. അല്ലാതെ ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കാണാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പം സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം ഒരു കോമഡി ഷോയാണ്. ആ കോമഡി പരിപാടിയിലെ കോമഡി താരങ്ങളും സിനിമ സീരിയൽ താരങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അതൊരു കോംബോ അവരവിടെ ക്രിയേറ്റ് ചെയ്താണ്. തങ്കച്ചനും അനുവും തമ്മിലുള്ള കോംബോ, അതുപോലെ തന്നെ വിനു അടിമാലി ശ്രീവിദ്യയും തമ്മിലുള്ള കോംബോ, അങ്ങനെ ഒരു കോംബോ ചിരിക്കാനും തമാശകൾക്കും വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തതാണ്. അവരുടെ കോംബോ നല്ല ഹിറ്റായ കോംബോ ആണ് ഈ തങ്കു അനു കോംബോ. പക്ഷെ ഇവർ തമ്മിൽ പ്രേമമോ അല്ല, ഇവർ തമ്മിൽ ഇത് ഒന്നും ചെയ്തില്ല. അനു തങ്കനെ ചതിച്ചിട്ടുമില്ല, തങ്കച്ചൻ അനുവിനെ ചതിച്ചിട്ടുമില്ല. അവരിപ്പോഴും സുഹൃത്തുക്കളാണ്. വെറുതെ എന്തിനാണ്? ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ആ കുട്ടിയെ ഇനി അവരുടെ വഴിക്ക് വിട്ടുകൂടെ? വെറുതെ എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ജെനുവിനായിട്ടുള്ള വീഡിയോ ചെയ്യണം. അല്ലാതെ ഇമാതിരി വൃത്തികെട്ട രീതിയിലല്ല വീഡിയോ ചെയ്യേണ്ടത്. ഇത് കണ്ടപ്പോൾ നമുക്ക് വേറൊന്നുമല്ല, ആ കുട്ടി എൻ്റെ ആരുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞ് പോയ ഒരാളെ കുറിച്ച് വെറുതെ എന്തിനാണ് അവരുടെ കുടുംബം നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഇത് എന്തെങ്കിലും ജെനുവിനായിട്ടുള്ള വാർത്തയാണോ? ഓക്കെ. ഇത് ഒരു ഇതുമില്ലാത്ത ഒരു വാർത്തയെ വളച്ചൊടിച്ച് ഇങ്ങനത്തെ ഒരു രീതിയിലാക്കി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. റീച്ചിന് വേണ്ടിയായിരിക്കാം. അപ്പം നിങ്ങളിതൊന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്താം. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ തുടരാൻ വരുന്നത്. താങ്ക് യു. ബൈ ബൈ.